ചാനൽ ചർച്ചയിലെ വിവാദ പരാമർശത്തിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഗോകുൽ രമേശ് ഉണ്ട്. ഗോകുൽ, എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? ഇന്ന് 11 മണിയോട് കൂടിയിട്ടായിരിക്കും പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം കൈക്കൊള്ളുന്നുണ്ടാവുക. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടക്കുന്നത്. നേരത്തെ തന്നെ 16-ാം തീയതിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് പി.സി. ജോർജ് കോടതിയെ സമീപിച്ചത് ഈ കേസിൽ. അതിനുശേഷം കോടതി 2 തവണ കേസ് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് 25-ാം തീയതി പരിഗണിക്കാമെന്നുള്ള രീതിയിൽ ആയിരുന്നു കോടതി തീരുമാനം. അതുവരെ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശവും കോടതി പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ജനുവരി 6-ാം തീയതി ഒരു ചാനലിൽ നടത്തിയിട്ടുള്ള ചർച്ചയ്ക്കിടെ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങളെ തുടർന്നാണ് പി.സി. ജോർജിനെതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നത്. അതായത് മുസ്ലിം വിരുദ്ധമായിരുന്നു ആ ചർച്ചയിൽ പി.സി. ജോർജിന്റെ പരാമർശം. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം നിരവധി മറ്റ് മതസ്ഥരെ ഈ ഇസ്ലാം വിഭാഗക്കാർ കൊന്നൊടുക്കിയിട്ടുള്ളതാണ് എന്ന തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളായിരുന്നു പി.സിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് കണ്ടതിനെ തുടർന്നാണ് കലാപാഹ്വാനം, മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈരാറ്റുപേട്ട പോലീസ് പി.സി. ജോർജിനെതിരായിട്ട് കേസെടുത്തത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പരാതിയിന്മേലായിരുന്നു ഈരാറ്റുപേട്ട പോലീസിന്റെ നടപടി ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് പി.സി. ജോർജ് കോട്ടയം സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ആ കേസ് പരിഗണിക്കും. ഏതു വിധത്തിലായിരിക്കും പി.സി. ജോർജിന് ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യം തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.